ഹലോ, ഇന്ന് ഞാനൊരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുഡിങ് മോളുണ്ടാക്കിയാണ്, നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയാണ്. അപ്പോൾ വീഡിയോ ഇടാനും മറ്റും ലേറ്റായിപ്പോയി. അപ്പോൾ ബ്രെഡും കസ്റ്റാർഡ് ഫ്രഷ് ക്രീമെല്ലാം വെച്ചിട്ടുണ്ടാക്കിയ ഒരു പുഡിങ്ങാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെന്നല്ല നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചതാണിത്. അത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 500 ഗ്രാം പാലിൽ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ മേലേക്ക് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും നുറുക്കി വെച്ചതാണ്, അത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അതുപോലെ തന്നെ കസ്റ്റാർഡും കൂടി ചേർത്ത് കൊടുക്കാം, ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് മധുരത്തിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള നമ്മളെ അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എടുത്തതാണ്, നല്ല തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.